ഹായ് നമസ്തേ വെൽക്കം ബാക്ക് ടു വിൻട്രേഡർ. അപ്പോൾ കമ്മോഡിറ്റി മാർക്കറ്റ് സിൽവറിൻ്റെ ചാർട്ടാണ്. സിൽവറിൻ്റെ മെഗ ഉണ്ട്, മിനി ഉണ്ട്, മൈക്രോ ഉണ്ട്, മൂന്നിൻ്റെ ചാർട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ സിൽവറിൽ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് മിനിയിലും മൈക്രോയിലുമാണ്. അതിൽ സ്കാൽപ്പിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഏറ്റവും കൂടുതൽ ഇപ്പം എല്ലാവരും ചെയ്യുന്നത് സിൽവറിലാണ്. സിൽവറിൽ മൈക്രോയിലും മിനിയിലും സ്കാൽപ്പിംഗ് ചെയ്യാൻ എല്ലാവരും നോക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കൺഫ്യൂഷൻ ഒരുപാടുണ്ട് എല്ലാവർക്കും. അപ്പോൾ അത് മാത്രമല്ല, സിൽവർ ഭയങ്കര ഫ്ലക്ച്വേഷനുള്ള ഒരു പെയറാണ്. അതുമാത്രമല്ല, അതിനകത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്കാൽപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേഷനുള്ള മാർക്കറ്റാണ്. അപ്പോൾ അതൊക്കെ എളുപ്പം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്ന് പറഞ്ഞാൽ നമുക്ക് മൊമെൻറ്റും ഉണ്ട്, പക്ഷേ എന്നാലും നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഇന്ന് കാണിക്കുന്ന സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി കാണിക്കുന്നത്, അതോടൊപ്പം ഞാൻ നമ്മുടെ സിൽവർ മെഗയുടെ ചാർട്ടും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രോഫിറ്റ് മാക്സിമം നമുക്ക് ഇതിനകത്ത് പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത്, അതായത് നല്ലപോലെ നമുക്ക് ഏത് ടൈം ഫ്രെയിമിൽ വെച്ചിരുന്നാലാണ് കൂടുതൽ ആക്യുറസിയോടുകൂടി ട്രേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ റിവേഴ്സിൽ പോകുന്ന സമയത്ത് നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ടുള്ള സിമ്പിൾസ് എവിടെ നമുക്ക് ആക്ച്വലി കിട്ടും എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടെ കാണിച്ചു തരാം. ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിൻട്രേഡറിൻ്റെ 8ാമത്തെ വെർഷനാണ്. അതായത് 8 വെർഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും 8 വെർഷൻ ഇതിനു മുമ്പ് ഇതിന് കൂടുതൽ വെർഷൻ റിലീസ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് ആക്ച്വലി 8 വെർഷനുണ്ട്. അതായത് 7th വെർഷൻ, ഫസ്റ്റ് വെർഷൻ തൊട്ട് 7th വെർഷൻ റിലീസ് ചെയ്ത് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം നടക്കുന്ന 8ാമത്തെ വെർഷൻ. അതിൻ്റെ തന്നെ നമുക്ക് ആക്ച്വലി പല രീതിയിൽ സെറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളും നമുക്ക് ലേറ്റസ്റ്റ് വെർഷനിൽ അവൈലബിൾ ആണ്. അതേപോലെ 2 സ്കാനർ എന്ന് പറഞ്ഞാൽ നമുക്ക് മൊമെൻ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ സ്കാനർ ഹെൽപ്പ് ചെയ്യും. അതായത് സെല്ലാണ് ബൈ നടക്കുന്നതെങ്കിൽ, ലൈവ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ലേ, ഇപ്പം ഏതാണ് ലൈവ് നടക്കുന്നതെന്നോ അതിൻ്റെ സൈഡിലായിട്ട് ഇതിപ്പോൾ കണ്ടില്ലേ, സിൽവർ സൈഡ് വേസ് ആണ്, പക്ഷേ സെല്ലാണ് 3 ആരോ വന്നിട്ടുണ്ട്. ഈ 6 3 വന്നു കഴിഞ്ഞാൽ കൺഫേംഡ് ആണ്, നമുക്ക് അതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റും കറക്റ്റായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ചാർട്ട് നോക്കി ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് സിൽവറിൻ്റെ ഇപ്പം ഇനി ഓപ്പൺ ചെയ്തത് സിൽവറിൻ്റെ മെഗയുടെ ചാർട്ട് 15 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. അതായത് സിൽവറിൽ 5 മിനിറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമുക്ക് സ്കാൽപ്പിങ്ങിനെയാണ് ഉദ്ദേശിക്കുന്നത്. 5 മിനിറ്റ്സ് സെറ്റ് ചെയ്താൽ ഇൻട്രാഡേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 15 മിനിറ്റാണ് കൂടുതൽ സെറ്റ് ചെയ്യേണ്ടത്. സിൽവറിലും ഗോൾഡിലും 15 മിനിറ്റ്സ് ആണ് കുറച്ചുകൂടെ കൂടുതൽ ആക്യുറസി വരുന്നത്. അപ്പം സിൽവറിൻ്റെ മെഗയുടെ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഈ ഗ്രീൻ കളർ അപ്പാറോ ഇന്നലെ വന്ന സിഗ്നലാണ്, ബൈ സിഗ്നൽ കൺഫേംഡ് അല്ല. ഇന്ന് ആക്ച്വലി കുറച്ച് മുകളിലേക്ക് കയറി എഗെയിൻ താഴെ, അതായത് ബ്രേക്കൗട്ട് വന്നിരിക്കുന്നത് 1 മണിക്ക് ശേഷമാണ് മാർക്കറ്റ് നല്ലപോലെ താഴേക്ക് ഇറങ്ങി. ഇന്നലെ ഫുള്ള് സെല്ലായിരുന്നു. അപ്പോൾ ആരും എക്സ്പെക്ട് ചെയ്യില്ല മാർക്കറ്റ് ഇപ്പം മുകളിലേക്ക് തന്നെ കയറുന്നതാണ് എക്സ്പെക്റ്റേഷൻ വരുന്നത്. അപ്പം മുകളിലേക്ക് കുറച്ച് കയറിയതിന് ശേഷം മാർക്കറ്റ് അവിടെ നിന്ന് ബ്രേക്ക് അടിച്ചു. അപ്പോൾ ആർക്കായാലും ഒബ്വിയസ്ലി അവിടെ നിന്ന് റിവേഴ്സൽ ഇപ്പം എന്തായാലും നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ലോസ് ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ, നമ്മുടെ വിൻട്രേഡറിൻ്റെ സോഫ്റ്റ്വെയർ ആക്ച്വലി നിങ്ങൾക്ക് സിഗ്നൽസ് തരുമ്പോൾ ഒരു കൺഫർമേഷൻ ലെവൽസ് പറയും. അതായത് ഇപ്പോൾ എടുക്കുന്നതിന് മുമ്പ് 3 കൺഫർമേഷൻ ലെവലാണ് മെയിനായി ചെക്ക് ചെയ്യേണ്ടത്. അതായത് ഇപ്പം ഇവിടെ നിന്നാണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലത്തെ തന്നെ ബൈ സിഗ്നൽ വന്നത് ആക്ച്വലി ക്ലോസിങ്ങിനാണ്, മാർക്കറ്റ് ക്ലോസ് ആയ സമയത്താണ് ബൈ സിഗ്നൽ വന്നത്. അതും ഒരുപാട് നേരം സൈഡ് വേസ് കാണിച്ചതിന് ശേഷം ഇന്നാണ് കൺഫേംഡ് ആയത്. അപ്പോൾ നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ക്യാൻഡിൽ ഗ്രീൻ ആയിരിക്കണം, താഴെയും ഗ്രീൻ വരണം, ബൈ സോണെന്നും വന്നിരിക്കണം. ഇത് 3ഉം ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ എടുക്കാം. പക്ഷേ ഇത് 3ഉം ഓക്കെ ആവുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ കൂടി ചെക്ക് ചെയ്താൽ കുറച്ചുകൂടെ ആക്യുറസി ലെവൽ കൂടും. റെഡ് കളർ സ്റ്റാർ റെസിസ്റ്റൻസ് ആണ്, റെസിസ്റ്റൻസിൽ ഒരു എമൗണ്ട് തരും, അത് ബ്രേക്ക് ചെയ്താലേ മുകളിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ ആ ബ്രേക്കൗട്ട് പോയിന്റ് പിടിച്ചിട്ട് ഇപ്പോൾ 2ാമത്തെ ക്യാൻഡിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് 57,776 നമ്മൾ എടുത്തിരുന്നെങ്കിൽ അപ്പം 978 വരെ കുറച്ച് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് 1 മണിക്ക് ശേഷമാണ്, 1 മണി വരെ ബൈ ആയിരുന്നു, 1 മണിക്ക് ശേഷമാണ് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങിയത്. അപ്രോക്സിമേറ്റ് ഒരു 600 പോയിന്റ് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് മാർക്കറ്റ്. അപ്പോൾ അതിൽ നല്ല പ്രോഫിറ്റ് കിട്ടി. പക്ഷേ ബൈയിൽ നമ്മൾ ചില സമയത്ത് ചെയ്യുമ്പോൾ റിവേഴ്സൽ പോയിന്റ്, അതായത് നമ്മൾ നല്ല ലോട്ടറി ഇട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ മാർക്കറ്റ് പെട്ടെന്ന് ഡൗണിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ലോസ് സംഭവിക്കാം. അപ്പോൾ അതിന് നമ്മൾ സോഫ്റ്റ്വെയർ അവിടെ സൈഡ് വേസ്, അതായത് ഈ എക്സ്ട്രാ കളർ അപ്പാർട്ട് ഫ്രം ഗ്രീൻ ഓർ റെഡ്, ഇതല്ലാതെ കാണുന്ന കളേഴ്സ്, അതായത് ഓറഞ്ച്, ഹോളോ ക്യാൻഡിൽസ്, വൈറ്റ്, ബ്ലൂ, ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബ്ലൂ വരും, ഇതെല്ലാം സൈഡ് വേസ് ആണ്. അപ്പോൾ ഇടയ്ക്ക് സൈഡ് വേസ് തന്നിരിക്കുന്നു എന്നർത്ഥം നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് മാർക്കറ്റ് റിവേഴ്സലിന് ചാൻസ് ഉണ്ട്, ഫ്ലക്ച്വേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ പോയിന്റ് വെച്ചിട്ട് കട്ട് ചെയ്യാം. പെട്ടെന്ന് ഒരുപാട് നോക്കി നിൽക്കുന്നതിൽ അർത്ഥമില്ല. നമുക്ക് ആ സൈഡ് വേസ് വന്നിട്ടുണ്ടെങ്കിൽ ചില ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. ഒരുപാട് താഴേക്ക് ഇറങ്ങുന്നത് നോക്കുന്നതിന് പകരം നമ്മൾ ആക്ച്വലി അവിടെ നിന്ന് എക്സിറ്റ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ നമുക്ക് സേഫ് ആയിട്ട് രീതിയിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റും. അതായത് പിന്നീട് അപ്പോൾ ചില സമയത്ത് സൈഡ് വേസ് കാണിച്ചിട്ട്, ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സൈഡ് വേസ് കാണിച്ച് തിരിച്ച് മാർക്കറ്റിൽ കയറി. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ചിലപ്പോൾ എക്സിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് തിരിച്ച് ബ്രേക്കൗട്ട് പോയിന്റ് പിന്നീട് വരും. ആ ബ്രേക്കൗട്ട് പോയിന്റ് വെച്ച് പിന്നീട് റീഎൻട്രി തരും സോഫ്റ്റ്വെയർ. ആ സമയത്ത് നമുക്ക് പിന്നീട് എടുക്കാം. ഓക്കെ,
അപ്പം ഇതിനകത്ത് ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് വന്നിരിക്കുന്ന ആക്ച്വലി ഒറ്റ സിക്കിലേ വന്നിട്ടുള്ളൂ. ഇന്ന് സെൽ സിക്കിലാണ്, 1 മണിക്ക് ശേഷമാണ് വന്നിരിക്കുന്നത്. ആ 57,675 സെല്ല് പറഞ്ഞു, 3 ടാർഗറ്റ് തന്നിട്ടുണ്ട്, 3 അച്ചീവ് ആയിട്ടുണ്ട്. ഇപ്പോഴും സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു അപ്രോക്സിമേറ്റ് 680 പോയിന്റ് നമ്മുടെ കയ്യിൽ ഈ സെൽ പ്രകാരം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം മോർണിംഗിൽ ആരെങ്കിലും എടുത്തില്ല എന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സപ്പോർട്ട് ഈ ബ്ലൂ കളർ സ്റ്റാർ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് നല്ലപോലെ പോയിട്ടുണ്ട് താഴേക്ക്. അപ്പം മോർണിംഗിൽ ഇപ്പോൾ എടുത്തിട്ട് എന്നുള്ളതെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബ്രേക്കൗട്ട് പിന്നെയും വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ആക്ച്വലി നല്ല രീതിയിൽ എടുക്കാം. എന്നാലും നമുക്ക് 300 പോയിന്റ്സ് എന്നാലും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതോടൊപ്പം നിങ്ങൾ സിൽവർ മൈക്രോയുടെ സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി നോക്കി. സിൽവർ മൈക്രോയുടെ ചാർട്ടാണിത്, മൈക്രോയുടെ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ അറിയാം സ്കാൽപ്പിങ്ങിൽ നമ്മൾ മെയിനായിട്ട് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ ബൈസിക്കിൾ കഴിഞ്ഞ മോർണിംഗിൽ, ഇപ്പോൾ കഴിഞ്ഞല്ല ഇന്ന് രാവിലെ മോർണിംഗിൽ ബൈസിക്കിൾ വന്നിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് വന്നിരിക്കുന്ന ടൈം ഞാൻ പറഞ്ഞു തരാം. നമുക്ക് വന്ന ടൈം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 9:45 ആയിട്ടുണ്ട്. 9:45 58,196 നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമുക്ക് അപ്രോക്സിമേറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിൽവറിന് സാധാരണ കിട്ടുന്ന പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല, എന്നാലും ഇടയ്ക്ക് റിവേഴ്സ് ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് പ്രോഫിറ്റ് എടുക്കാമായിരുന്നു. ഇപ്പോൾ ഈ മൂന്നാമത്തെ ക്യാൻഡിൽ ഞാൻ പറയുന്ന രീതിയിലാണെങ്കിൽ എടുക്കാം. 58,413 എടുക്കാം. 413 നിന്ന് മാക്സിമം നമുക്ക് 565 വരെ പോയിട്ടുണ്ട്. ചെറിയ പോയിന്റ് എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാം. അതോടൊപ്പം സൈഡ് വേസ് കാണിച്ചിരിക്കുന്ന മാർക്കറ്റിന്റെ റിവേഴ്സിലാണ്. ഇപ്പോൾ ഇത് കണ്ടോ, സെൽസിക്കിൽ വന്ന് സൈഡ് വേസ് കാണിച്ചതിന് ശേഷം സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഇവിടുന്ന് നമുക്ക് ആ ബ്രേക്ക്ഔട്ട് പോയിന്റ് പിടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് 700 പോയിന്റ്സ് ഇത് കണ്ടോ സ്കാൽപ്പിംഗിൽ ഇറങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് എടുത്തിട്ട് നമുക്ക് ഈ ബ്രേക്ക്ഔട്ട് പോയിന്റ് മേടിച്ചിട്ട് ഇവിടെ എക്സിറ്റ് ചെയ്തിട്ട് പിന്നെയും രണ്ടാമത്തെ ബ്രേക്ക്ഔട്ട് താഴേക്ക് ട്രെൻഡ് ലൈൻ റെഡ് ആവുന്ന സമയത്ത് ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് പിന്നെയും വന്നിട്ടുണ്ട്. അവിടുന്ന് പിന്നെ എൻട്രി ചെയ്യാം. അപ്പോൾ അവിടുന്ന് എടുത്തില്ലെങ്കിൽ മൂന്നാമത്തെ എൻട്രി നമുക്ക് ഇവിടെ നടക്കാം. അപ്പോൾ 3 എൻട്രി ഇങ്ങനെ സ്കാൽപ്പിംഗിൽ ബ്രേക്ക്ഔട്ട് പിടിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് ഒരുപാട് ടാർഗറ്റ് ശ്രമിക്കാതെ സ്കാൽപ്പിംഗ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആ ബ്രേക്ക്ഔട്ട് പോയിന്റ് പിടിച്ചിട്ട് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഈ കോർണറിൽ റീഎൻട്രി തരും, റീഎൻട്രിക്ക് വേണ്ടി എൻട്രി ചെയ്യുക. ഇതേപോലെ മിനിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇതേ മൊമെന്റ് തന്നെയാണ്. രാവിലെ ബൈ വന്നിട്ട് എപ്പോഴും റെസിസ്റ്റൻസ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം എടുക്കാവുള്ളൂ. അപ്പോൾ അത് നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ നല്ല രീതിയിൽ മുകളിലേക്ക് പിന്നെ ബ്രേക്ക്ഔട്ട് വന്ന് കയറിയിട്ടുണ്ട്. അതോടൊപ്പം ഞാൻ ഇതേ പറഞ്ഞ പോലെ തന്നെ അപ്രോക്സിമേറ്റ് 12 മണിക്ക് ശേഷമാണ് ഇതിനകത്ത് സെല്ല് വന്നിരിക്കുന്നത്. കൺഫേം ആയത് കുറേ കഴിഞ്ഞ ശേഷമാണ്. അതെന്ന് പറഞ്ഞാൽ 1 മണിക്ക് ശേഷമാണ് കൺഫേം ആയത്. 1 മണിക്ക് ശേഷം കൺഫേം കഴിഞ്ഞിട്ട് 3 ബ്രേക്ക്ഔട്ട് പോയിന്റ്, 3 ട്രേഡ് ആക്ച്വലി നല്ല രീതിയിൽ എടുക്കാമായിരുന്നു. 200 പോയിന്റ് ഇപ്പോൾ ഒറ്റയ്ക്കും എടുക്കാം. പക്ഷെ സ്കാൽപ്പിംഗ് ആകുമ്പോൾ നമ്മൾ പാർട്ടിക്കൽസ് എടുക്കുന്നതാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും റിവേഴ്സിൽ പോകാം, നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതോടൊപ്പം സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു നിശ്ചിത ഫസ്റ്റ് ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്തിട്ട് സെക്കൻഡ് പിന്നെയും ബ്രേക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ടാർഗറ്റ് വെച്ച് എൻട്രി ചെയ്യുക പിന്നീട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് നല്ല രീതിയിൽ 1-2 ട്രേഡായിട്ട് നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും സിൽവറിൽ. ഇതേപോലെ എല്ലാ മാർക്കറ്റിലും, അതായത് MCX മാർക്കറ്റ് അല്ല, NSE ആണെങ്കിലും നിങ്ങൾക്ക് ആക്ച്വലി അഗ്രി ആണെങ്കിലും MCX ആണെങ്കിലും ഏത് മാർക്കറ്റ് ഫോറക്സ് ആണെങ്കിലും ഇതേ സ്ട്രാറ്റജി എല്ലാത്തിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ടൈം ഫ്രെയിം കുറച്ച് വ്യത്യാസം കാണും എല്ലാത്തിലും. അപ്പോൾ അത് അറിയാൻ വേണ്ടി നിങ്ങൾ എന്നെ കോൾ ചെയ്യുക. കോൾ ചെയ്യേണ്ട നമ്പർ താഴെ ഡിസ്പ്ലേ ആവുന്നുണ്ട്. ആ നമ്പറിൽ കോൾ ചെയ്താൽ മതി. 8139063994. സീമ കൃഷ്ണ. ഓക്കെ, അപ്പം ഇന്ന് ഞാൻ കാണിച്ച സിൽവറിൻ്റെ ആണ്. അപ്പോൾ ഇതേപോലെ ഏത് സ്ട്രാറ്റജി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ വിളിക്കുക, കോൺടാക്ട് ചെയ്യുക, ലൈവ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.